ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ചിക്കനും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം സ്പൈസ് ഉള്ളതാണ്. അപ്പോൾ സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതൊരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ അണ്ടിപ്പരിപ്പ് നിർബന്ധമില്ല, കപ്പലണ്ടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കനകത്തോട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിലോട്ട് തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ച് അതും കൂടി ഒന്ന് ചിക്കിത്തോത്തി എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വന്നു. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് സവാളയിലോട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മുട്ടിച്ചെടുക്കണം. അപ്പം എരി ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. ഏകദേശം ഒരു ഫ്രൈഡേയൊക്കെ ആ ഒരു ടെക്സ്ചറിലോട്ട് വരണം. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കനും കൂടി അതിനകത്തോട്ടിട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ശേഷം ഞാൻ കുറച്ച് ബിരിയാണി അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ടിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഇല്ലായിരുന്നു, പുതിനയില കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്തോട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.